സഹോദരങ്ങളെ, യഥാർത്ഥമായ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഡ്രസ്സിലുണ്ടായ ട്രാൻസ്ഫോർമേഷൻ അല്ല. വസ്ത്രത്തിൽ ആർക്കും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാം. ഭക്തി അഭിനയിക്കാം, താഴ്മ അഭിനയിക്കാം. ഞാൻ തുറന്ന് സംസാരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഭക്തി അഭിനയിച്ചവരും ഭയങ്കര താഴ്മ നിന്നോട് കാണിച്ചവരുമല്ലേ നിനക്ക് ഏറ്റവും കൂടുതൽ പണി തന്നത്. ഇത് ഞാൻ പ്രസംഗിക്കുമ്പോൾ മറ്റൊരാളുടെ ചിത്രമല്ല നമ്മുടെ അകത്ത് വരുന്നത്. ഞാൻ എങ്ങനെയുണ്ടെന്ന് നോക്കണം. Are you with me? Yes. Hallelujah. Hallelujah. അതുകൊണ്ടാണ് റോമർ 12:1-2 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. Do not conform to the patterns of this world, but be transformed by renewing your mind. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിനെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് Dress, not your external appearance. Hallelujah. Renewing your mind. മനസ്സിന് എൻ്റെ ചിന്താഗതികൾക്ക് മാറ്റം സംഭവിച്ചാൽ 100% എന്നിൽ മാറ്റം ഉണ്ടാവും. Amen. Hallelujah. എനിക്ക് നന്നാവണം എന്നെൻ്റെ മനസ്സുകൊണ്ട്, എൻ്റെ ചിന്തകൾ കൊണ്ട് ഞാൻ ചിന്തിച്ചു തുടങ്ങിയാൽ ഞാൻ നന്നാവും. എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് സൗഖ്യമാകണം. രക്തസ്രവക്കാരിയായ സ്ത്രീയുടെ അകത്ത് ഒരു ചിന്ത വന്നു, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. അവൾ ചിന്തിക്കുകയാണ്, ആ ചിന്തയാണ് അവളെ സൗഖ്യത്തിലേക്ക് നയിച്ചത്. ഇതെന്റെ വിധിയാണ്, ദൈവം എനിക്ക് തന്ന ശിക്ഷയാണ്, ഇത് ഇങ്ങനെ അവസ്ഥയാണ്, ഇതിൽ ഞാൻ തുടരും, ഇതുകൊണ്ടൊക്കെ ഞാൻ തീരും എന്ന് ഞാൻ ചിന്തിച്ചാൽ ഈ സാധനം നിന്നെ തീർക്കും.